ഡീസൽ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ തീരുമാനം പ്രതികൂലമായി ബാധിക്കും. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ LPG സിലിണ്ടർ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. ഡീസൽ വില വർധനവിനുണ്ടാകുന്ന സാഹചര്യങ്ങൾ അത് വളരെ ബുദ്ധിമുട്ടുകൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ, നമ്മുടെ പ്രത്യേകിച്ച് ഉപഭോക്തൃ സംസ്ഥാനമാണ് പൂർണ്ണമായിട്ടും പശ്ചാത്തലത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് അത്തരം സാഹചര്യം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെയും കൂടി പാർട്ടി നിർബന്ധമായിട്ട് അക്കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഗാഡ്ഗിൽ റിപ്പോർട്ട് പക്ഷപാതപരമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂർ പറഞ്ഞു. കേരളത്തിന് ദോഷകരമായ ശുപാർശകൾ റിപ്പോർട്ടിൽ നിന്ന് നീക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മന്ത്രി അനൂപ് ജേക്കബിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ ചെന്നെത്തിയിരിക്കുന്ന നിഗമനങ്ങളിൽ പലതും പക്ഷപാതപരമാണ്. ആതിരപ്പള്ളി പദ്ധതിക്ക് അനുമതി നിഷേധിച്ച ഈ കമ്മിറ്റി ഇതിനേക്കാൾ പരിസ്ഥിതി ദുർബല പ്രദേശമായ കർണാടകയിലെ ഗുണ്ടിയായി പദ്ധതിക്ക് അനുമതി കൊടുത്തു. അപ്പൊ പക്ഷപാതപരമായ നിലപാട്, കർണാടകയിലേക്കൊരു നയം, തമിഴ്നാട്ടിലേക്കൊരു നയം, കേരളത്തിലേക്ക് വേറൊരു നയം, അങ്ങനെ പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ച ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും കേരളത്തിന് അനുയോജ്യമല്ല. അത് നിയമസഭ പാസാക്കിയതുപോലെ പൂർണ്ണമായി തള്ളിക്കളയണമെന്നല്ല ഞങ്ങൾ പറയും. നല്ല വശങ്ങളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളണം. ബാക്കി തള്ളിക്കളഞ്ഞ് കേരളത്തിന് അനുയോജ്യമായ വിധത്തിൽ ഈ റിപ്പോർട്ട് പരിഷ്കരിക്കണം. നിർമ്മാണം പൂർത്തിയാക്കിയ കോലാനി, വെങ്ങല്ലൂർ, തെനങ്കുന്ന് ബൈപ്പാസുകളുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5-ന് മന്ത്രി PJ ജോസഫിന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. കോലാനിയിലാണ് ഉദ്ഘാടന യോഗം. തുടർന്ന് കാഞ്ഞിരമ്പാറ ജംഗ്ഷനിലും വെങ്ങല്ലൂരും ചടങ്ങുകളുണ്ടായിരിക്കും. നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ അധ്യക്ഷനായിരുന്നു. മന്ത്രി PJ ജോസഫ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ കാത്ത് വലിയൊരു ഭാവി അങ്ങനെ കാത്തിരിപ്പുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രചോദനം നൽകുക. അങ്ങനെ പ്രചോദനം ലഭിക്കുന്ന ഒരു വ്യക്തി 1000 മടങ്ങ് ശക്തിയുള്ള ആളായി മാറുമെന്നാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ അങ്ങനെ പ്രചോദനം നൽകി അവരെ വലിയവരാക്കാൻ നമുക്ക് കഴിയും. ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ എല്ലായിടത്തും പറയുന്നതാണ്. അമേരിക്കൻ മാഗസിനിൽ ഞാൻ ഈ തലക്കെട്ട് കണ്ടു, ടൈമിൽ 2 എമർജിങ് ജയൻസ്. മറിച്ച് നോക്കിയപ്പോൾ 2 വലിയ ശക്തികൾ ഉദയം ചെയ്യുന്നു. ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് ചൈനയും. അമേരിക്കയും യൂറോപ്പും ജപ്പാനും എല്ലാം സാമ്പത്തിക രംഗത്ത് പുറകോട്ട് പോകുമ്പോൾ ഇന്ത്യയും ചൈനയും മുന്നേറുന്നു. ഇന്ത്യ മുന്നേറാനുള്ള മുഖ്യ കാരണം എന്താണ്? വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ നേട്ടങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള നമ്മുടെ നേട്ടങ്ങളാണ്. IT രംഗത്ത് ഇന്ത്യ ലോകത്തിന്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ജോസഫ് വാഴക്കൻ MLA, സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് അടപ്പൂർ, പ്രിൻസിപ്പൽ ഫാദർ ജേക്കബ് വടക്കുംപറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ്, ഫാദർ ജോർജ് വെള്ളോംകുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശക്തനാം ദൈവമേ, മുക്തനാം ദൈവമേ, ശരണം തരണേ പുണ്യേശുതാദാ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാഭ്യാസ റാലി കരിമണ്ണൂരിൽ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു.
PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി അധ്യക്ഷയായിരുന്നു. ഫാദർ കുര്യാക്കോസ് കൊടകലിൽ, ഇടുക്കി DDE അനില ജോർജ്, സ്റ്റേറ്റ് ട്രെയിനിംഗ് കമ്മീഷണർ സിസിലി PD, റവറൻഡ് ഫാദർ ഡോക്ടർ സ്റ്റാൻലി കുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് 121 കോടിയിലധികം ജനങ്ങളുള്ള ലോകത്തിലെ രണ്ടാമത്തെ ജനസംഖ്യ ഉള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ആ ഇന്ത്യയിലെ പൗരന്മാർ ലോക ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ബുദ്ധിയിലും കാര്യശേഷിയിലും കായികക്ഷമതയിലും സാമ്പത്തിക മികവിലുമൊക്കെ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവരുടെ മികവുറ്റ ഒരു വേദിയായി, മേധാവിത്വപൂർണമായ ഒരു നാടായി നമ്മുടെ ഇന്ത്യ മാറണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. നിങ്ങൾ കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രത്യേകതകൾ, ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒട്ടേറെ നേട്ടങ്ങൾ നമ്മെ സംബന്ധിച്ചുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ലോകത്തിലെ 48% ജനങ്ങൾ ഇന്നും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാത്തവരാണ്. ഏതെങ്കിലുമൊക്കെയുള്ള പ്രവർത്തന ഫലമായി 48% ജനങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ഇന്നും കരഗതമായിട്ടില്ല. ഒന്നുകിൽ അവിടെ പട്ടാള ഭരണമാകാം, സർവാധിപതികളുടെ ഭരണമാവാം, ഏകാധിപതികളുടെ ഭരണമാവാം, അല്ലെങ്കിൽ അടിച്ചമർത്ത ഭരണമാകാം, മതമൗലികവാദികളുടെ ഭരണമാകാം. എന്നാൽ 52% സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ഭാരതം എന്ന ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യത്തെ ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നു എന്നതും അത് തന്നെ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു സംസ്കൃതിയുടെ തുടർച്ച എന്ന നിലയിലാണ് എന്നതും നമ്മെ സംബന്ധിച്ച് വളരെ താല്പര്യം ജനിപ്പിക്കുന്ന, സന്തോഷം പകരുന്ന ഒന്നാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പഠനത്തോടനുബന്ധിച്ച് മന്ത്രി PJ ജോസഫിന്റെ ഫാം സന്ദർശിച്ചു. കൃഷിരീതികളെ സംബന്ധിച്ച പുത്തൻ അറിവുകളാണ് മന്ത്രിയുടെ കൃഷിയിടത്തിൽ നിന്നും കുട്ടികൾക്ക് ലഭിച്ചത്. മാതൃഭൂമി സീഡ് പദ്ധതിയുമായി സഹകരിച്ചാണ് മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നേച്ചർ ക്ലബ് അംഗങ്ങൾ മന്ത്രി PJ ജോസഫിന്റെ കൃഷിയിടം സന്ദർശിച്ചത്. കൃഷി സംബന്ധിച്ച് മന്ത്രിയുമായി ആശയ സംവാദം നടത്തിയതിനു ശേഷമാണ് കുട്ടികൾ കൃഷിയിടം കാണാനിറങ്ങിയത്. ഉൽപാദനക്ഷമത കൂട്ടി കൃഷി ലാഭകരമാക്കാമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ജലസംരക്ഷണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തു. ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക, അപ്പോൾ രണ്ടും ചെയ്താൽ കൃഷി ആദായകരമായിട്ട് കൊണ്ടുപോകാമെന്ന് മനസ്സിലാക്കും. വെള്ളം ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യണം. വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ താഴെത്തലത്തിലുണ്ടാക്കുകയാണ്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്കൊക്കെ പങ്കാളികളാകാം. വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് ഓരോ പ്രദേശത്തും പരിശോധിച്ച്, ഇപ്പോൾ കിണറുകളിലെ വെള്ളമാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ടർ സപ്ലൈ ഉണ്ട്, അതിന് പുറമെ കിണർ ഉപയോഗിക്കുന്നുണ്ട്. കിണറുകളിലെ വെള്ളവും പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. കൃഷിയിടത്തിൽ വേറിട്ട കാഴ്ചകളാണ് കുട്ടികൾക്ക് കാണാൻ കഴിഞ്ഞത്. ലാഭകരമായി നടത്തിക്കൊണ്ടുപോകുന്ന കന്നുകാലി ഫാം, ജൈവ മാതൃകയിലുള്ള കൃഷിരീതികൾ, കൃഷിയിലെ പുത്തൻ പരീക്ഷണങ്ങൾ തുടങ്ങി കാർഷിക വിജ്ഞാനം പകരുന്ന ഒട്ടനവധി കാഴ്ചകളാണ് കൃഷിയിടത്തിൽ കാണാനുണ്ടായിരുന്നത്. താങ്ങൊഴിവാക്കി പരസ്പരം കൂട്ടിക്കെട്ടി നിർത്താൻ പാകത്തിന് വളർത്തുന്ന വാഴകൾ, ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി വളമായി ഉപയോഗിക്കുന്ന രീതി തുടങ്ങിയവ കുട്ടികൾക്ക് പുത്തൻ അറിവായി.
പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കാഴ്ചകൾ കൃഷിയിടത്തിൽ കാണാൻ കഴിഞ്ഞതായി അധ്യാപകർ തന്നെ പറയുന്നു. ഞങ്ങളുടെ സ്കൂളിൽ നല്ല രീതിയിൽ സീഡിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. മെഡിക്കൽ ക്യാമ്പ് പോലെ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളിൽ ഇന്ന് കൃഷി ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ധാരാളം വിത്തുകൾ കൊടുക്കുകയും അവരെല്ലാവരും പച്ചക്കറി കൃഷി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ജോസഫ് സാറിൻ്റെ വീടും ഫാമും വന്ന് കാണുകയും ഞങ്ങൾ അത്രയും എന്താ പറയുക എക്സൈറ്റഡ് ആയ ഒരു അവസ്ഥയിൽ വന്ന് പ്രതീക്ഷിച്ചാലും കൂടുതലായ രീതിയിലാണ് ഞങ്ങൾക്കും കുട്ടികൾക്കും കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ സന്തോഷമായിട്ട് എല്ലാം ഇതുപോലെ കൃഷി ചെയ്യണം, സയന്റിഫിക് ആയിട്ട് കൃഷി ചെയ്യണം എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇവിടുന്ന് ഇത് പൂർത്തിയാക്കി ഇറങ്ങാൻ പോവുകയാണ്. DKTF നേതൃത്വത്തിൽ KPCC വൈസ് പ്രസിഡന്റ് AK മണിക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. PWD റെസ്റ്റ് ഹൌസിലാണ് സ്വീകരണ യോഗം നടന്നത്. DKTF സംസ്ഥാന പ്രസിഡന്റ് ജോയി മാളിയേക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. DCC ഭാരവാഹികൾ, DKTF നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും ഉൾപ്പെടെയുള്ള സർക്കാരിലെ എല്ലാ നേതാക്കന്മാരുടെ മുന്നിൽ ഒട്ടനവധി ആവശ്യങ്ങളില്ല. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂസമരം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നടത്തി പരാജയപ്പെട്ട് പിൻവാങ്ങിയതുകൊണ്ട് ആ രാഷ്ട്രീയ തട്ടിപ്പിന് ആധാരമായ സംഭവം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സർക്കാരിന് കൊടുത്ത ആ നിവേദനത്തിൽ ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് കേരളത്തിലെ ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് ഈ സർക്കാർ തീരുമാനമെടുക്കുകയും ഈ വർഷം തന്നെ ഓഗസ്റ്റ് മാസത്തിന് മുൻപായി ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾക്ക് ഭൂമി കൊടുക്കാനുള്ള ലിസ്റ്റ് വരെ ഇന്ന് തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീ AK മണി സൂചിപ്പിച്ച രീതിയിൽ അതിൻ്റെ ഒരു ചെറിയ അവകാശം ഞങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് കരുതി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഭൂസമരവുമായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നിവേദനത്തിൻ്റെ കൂടി ഫലമായി എടുത്തൊരു തീരുമാനമാണ് എന്നുള്ളതിൽ നമുക്ക് സന്തോഷം. SFI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന അനീഷ് രാജൻ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ CPM ഏരിയ സെക്രട്ടറി VV മത്തായി മത്സരം ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ മാത്രമല്ല കൈകാര്യം ചെയ്യുക. പൊതുവിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പൊതുരംഗത്ത് സജീവമാക്കുന്നതിനും അവരുടെ കലാകായിക വാസനകളെ പരമാവധി പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നിരവധി അനുബന്ധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIയുടെ ജില്ലാ കമ്മിറ്റിയും സമ്മേളനം സ്വാഗത സംഭവം ചെയ്തു. അതിൻ്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ്, രക്തദാന ക്യാമ്പ്, വടംവലി മത്സരം, ഫുട്ബോൾ മത്സരം തുടങ്ങിയ ആകർഷകമായിട്ടുള്ള നിരവധി അനുബന്ധ പരിപാടികൾ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് 100 കോടിയിലേറെ ജനങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്ത് നമ്മൾ വലിയ ശക്തിയാണെങ്കിൽ പോലും സ്പോർട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. നമ്മളുടെ 10-1 പോലും ജനസംഖ്യയില്ലാത്ത ചെറിയ രാജ്യങ്ങൾ സ്പോർട്സ് രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ നമ്മൾ ആ രംഗത്തെല്ലാം പിന്തള്ളപ്പെടുന്നു എന്നത് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല സ്പോർട്സ് താരങ്ങളെയും സംഭാവന ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. അതിൽ തന്നെ ഇടുക്കി ജില്ലയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ഷൈനി വിൽസൺ അടക്കമുള്ള ഒളിമ്പ്യൻ താരങ്ങളെ ഇന്ത്യക്ക് സംഭാവന നൽകുന്നതിൽ നമ്മുടെ ജില്ല വലിയ പങ്കാണ് വഹിച്ചത്. കാരിക്കോട് ആനക്കയം റോഡിൽ ഉപയോഗശൂന്യമായ കലുങ്ക് പൊളിച്ചുമാറ്റി നിർമ്മിക്കുന്ന ചപ്പാത്ത് വാഹനങ്ങൾക്ക് അപകടക്കണിയാവുകയാണ്. മണ്ണ് നിറഞ്ഞ കലുങ്ക് ഉപയോഗശൂന്യമാവുകയായിരുന്നു. തുടർന്ന് സ്ലാബ് പൊളിച്ചു നീക്കി സിമന്റ് ടൈൽ പാവുകയാണ് ലക്ഷ്യം. നിർമ്മാണം നടക്കുന്ന വേളയിൽ തന്നെ 2ഓളം വാഹനങ്ങൾ ഇവിടെ താഴ്ന്നു. കലുങ്ക് പുനർനിർമ്മിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാരിക്കോട് ആനക്കയം റോഡിൽ വർഷങ്ങൾക്ക് മുമ്പ് പഴയ റോഡിൽ വലിയ കലുങ്കും ആ കലുങ്ക് കാലക്രമേണ അടിയിൽ മണ്ണ് വന്ന് മൂടി അത് നികന്നു പോവുകയുമുണ്ടായി. ഈ റോഡ് നിർമ്മാണത്തോടനുബന്ധിച്ച് JCB ഉപയോഗിച്ച് ആ സ്ലാബുകളൊക്കെ ഇളക്കി മാറ്റി അവിടെ വെറും കല്ല് പാകാതെ മണ്ണ് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ബ്രിക്സ് നിരത്തി റോഡ് പണിയുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 വാഹനങ്ങൾ ലോഡും വെച്ച് തടി ലോഡ് വെച്ച് അവിടെ
താഴ്ന്നു പോവുകയുമാണ് ഉണ്ടായത്. അധികൃതർ വളരെ നിസ്സംഗതയാണ് ഈ കാര്യത്തിൽ പുലർത്തുന്നത്. ഇവിടെ ജനങ്ങൾക്ക് സ്വൈര്യമായി നടക്കുവാനും യാതൊരു തടസ്സവും കൂടാണ്ട് ഈ റോഡിൽ കൂടെ വാഹന ഗതാഗതം കടന്നു വന്നിരുന്നതാണ്. കലുങ്ക് വേണമെന്നാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം. പഴയ കലുങ്ക് അതാ സ്ഥലത്ത് പുനഃസ്ഥാപിക്കണം. ആ തോട്ടിലേക്കുള്ള മണ്ണ് മൂടിയിരിക്കുന്ന ഭാഗമെല്ലാം മണ്ണ് നീക്കം ചെയ്ത് ജലം ഒഴുകി പോകുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ എല്ലാം ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.